സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിലെ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന വാർത്താവിശേഷങ്ങളിൽ ഒന്നാണ് വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL നിന്ന് വാങ്ങിയ മാസപ്പടി. അതുമായി ബന്ധപ്പെട്ട് കേരളം വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. വീണ വിജയനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, പിണറായിലേക്ക് ED വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്നാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ബഹുമാന്യരായ പ്രേക്ഷകരുടെ അഭിപ്രായം. പക്ഷേ ഈ സത്യമായ കാര്യങ്ങൾ, നേരായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളുടെയും ധർമ്മം. ആ വാർത്തകളിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ നിയമപരമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ മാധ്യമങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്തരം നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ മാധ്യമങ്ങൾക്കില്ല. വാർത്താ പ്രക്ഷേപണം മാത്രമാണ് വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വാർത്താ മാധ്യമം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തം. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ EDയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം പിണറായി വിജയൻ്റെ ബേക്കറി മുക്കിലുള്ള വീട്ടിൽ ഒരു തവണ റെയ്ഡ് നടത്തി 10 മണിക്കൂർ നേരം റെയ്ഡ് നീണ്ടു. പിന്നീട് വീണ വിജയനെ 2 തവണയായി ചോദ്യം ചെയ്തു. വീണ്ടും പിണറായി വിജയൻ്റെ വീടിന് ഉള്ളിൽ റെയ്ഡ് നടന്നു, അതിന് പുറമേയും റെയ്ഡ് നടന്നു. വീണയുടെ സ്വത്ത് കണ്ടുകെട്ടി. ഇപ്പോൾ പുതിയൊരു വിശേഷം കൂടി പുറത്തു വന്നിരിക്കുന്നു, വാർത്താവിശേഷം കൂടി. അതായത് നേരത്തെ എക്സാലോജിക് എന്ന കമ്പനിയാണ് വീണ വിജയൻ തിരുവനന്തപുരം AKG സെൻറ്ററിൻ്റെ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. കർണാടകയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്നിപ്പോൾ മറ്റൊരു വിവരം പുറത്തു വരുന്നത് എന്ന് പറയുന്നത് ലാക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി അവർക്കുണ്ട് എന്നുള്ള കാര്യം ED കണ്ടെത്തിയിരിക്കുന്നു. അത് ബേക്കറി ജംഗ്ഷനിലുള്ള വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ, പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വീണയുടെ ഒരു ചുവന്ന ഡയറി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ രേഖകളാണ്. മാത്രമല്ല വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി കാണിച്ചതിൽ ജീവിത പങ്കാളിയുടെ കമ്പനി എന്ന രീതിയിൽ, അവർക്ക് പങ്കാളിത്തമുള്ള കമ്പനി എന്ന രീതിയിൽ ലാക്കർ ഇന്ത്യയുടെ വിവരങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 10 ലക്ഷത്തി ചില്ലാൻ രൂപ അതിലുണ്ട് എന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോക്ടർ അനീസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ ലാക്കർ ഇന്ത്യയുടെ പങ്കാളിത്തത്തിലുണ്ട്. ഇവിടെ AKG സെൻറ്ററിൻ്റെ മേൽവിലാസത്തിൽ എക്സാലോജിക് തുടങ്ങിയത് പോലെ ഈ കോഴിക്കോട് ഒരു മേൽവിലാസത്തിലാണ് ഈ കമ്പനി ഉള്ളത്. പക്ഷേ കോഴിക്കോട് ഈ മേൽവിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി അവിടെ പ്രവർത്തിക്കുന്നില്ല. കമല ഇൻ്റർനാഷണൽ റൂട്ട് തന്നെ ഒരു കടലാസ് കമ്പനിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സമയത്ത് 10.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചിരുന്നത്. ഇപ്പോൾ 15.75 ലക്ഷം രൂപ ED അത് മരവിപ്പിച്ചിരിക്കുന്നു. കാരണം CMRL നിന്നും കിട്ടിയ കോഴപ്പണം എവിടെയൊക്കെ വീണ വിനിയോഗിച്ച് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ പണമാണ് ഇവിടെ ഈ ലാക്കർ ഇന്ത്യ എന്ന കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്. അതിലെ പണമാണെന്ന് ഉള്ള ഊഹത്തിലാണ് ED അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിരന്തരം പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. ഇവരുടെ മേൽവിലാസങ്ങളെല്ലാം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. AKG സെൻറ്ററിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ സാധിക്കുമോ? അതുപോലെ ഇപ്പോൾ കോഴിക്കോട് ഒരു മേൽവിലാസം കൊടുത്ത് അവിടെ ഇങ്ങനെ ഒരു മേൽവിലാസത്തിൽ ഒരു കമ്പനിയില്ല. എങ്ങനെയാണ് രാജ്മോഹൻ സാർ വിലയിരുത്തുന്നത്? ഈ ചില കുരുക്കിൽപ്പെട്ടാൽ ഒരു കുരുക്കിൽ നിന്നും അടുത്ത കുരുക്ക്, വീണ്ടും അടുത്ത കുരുക്ക്, അങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇവർക്ക് ഫണ്ടമെൻ്റലായിട്ട് ആദ്യം പറ്റിയ തെറ്റ്, ആദ്യം ഈ ആരോപണം വരുമ്പോൾ, എക്സാലോജിക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ ഇവർ ആദ്യം എടുത്ത നിലപാട്, അത് പാർട്ടിയും പിണറായി വിജയനും എല്ലാം എടുത്ത നിലപാട്. ആ ധൈര്യത്തിലാണ് ഈ നിയമസഭയിലൊക്കെ കൈയൊക്കെ പൊക്കി കാണിച്ചത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എല്ലാ നിയമപ്രകാരം GST എടുത്തെടുത്ത് പറഞ്ഞു, GST ഒക്കെ അടച്ച് ചെയ്തിരിക്കുന്നതാണെന്ന് പറയും. അതായിരുന്നു വീണയുടെ പൊസിഷൻ, പിണറായിയുടെ പൊസിഷൻ, ഗോവിന്ദൻ്റെ പൊസിഷൻ, സഖാക്കളുടെ എല്ലാം പൊസിഷൻ അതായിരുന്നു. വളരെ സംശുദ്ധമായ ഇടപാടുകൾ മാത്രം, കൊമേഴ്ഷ്യൽ ഇടപാട്, ന്യായമായൊരു ബിസിനസ് ഇടപാടെന്ന് മാത്രമായിരുന്നു പറയാം. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് സാർ. അതായത് 2024 കർത്തയെ ചോദ്യം ചെയ്തപ്പോൾ EDക്കൊരു മൊഴിയുണ്ടായിരുന്നു. ഒരു തരത്തിൽ എനിക്ക് വീണ വിജയനെ പരിചയമില്ല, മുഖ്യമന്ത്രിയുടെ മകളെന്ന രീതിയിലാണ് അവർക്ക് കരാറ് കൊടുത്തത്. ഈ കൊടുത്ത പണം അത്രയും വെറുതെ കൊടുത്തതാണ്, യാതൊരു തരത്തിലുള്ള സേവനം അവർ നൽകിയിട്ടില്ല. ഇത് വീണയെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സേവനം നൽകാത്തൊരു പണത്തിന് എങ്ങനെ GST അടയ്ക്കും? ആ സ്റ്റേറ്റ്മെൻറ്റിലാണ് വീണയുടെ ആദ്യത്തെ ചുവട് പിഴച്ചു. അല്ലെ, ഇവരുടെ ഡിഫൻസിൻ്റെ ആദ്യത്തെ ചുവട് പിഴയ്ക്കുകയാണ്. ഒരു സർവീസും ഇല്ലാതെ കൊടുത്തില്ല എന്ന് 2 കൂട്ടരും സമ്മതിക്കുക. കർത്താവും സമ്മതിക്കുന്നു, വീണയെ സമ്മതിക്കുന്നു. പിന്നെ എന്തിനാ ഈ GST കൊടുത്തു? ആർക്ക് എന്നെ ഇടപെടണം GST കൊടുത്തു? വെറുതെ ഒരാൾക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് GST അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. GST എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, പണം കൈമാറ്റത്തിനുള്ള നിയമപരവും എല്ലാ കാര്യത്തിനും ശരിയാണ്. അല്ല, കൊടുത്തിട്ടില്ലെങ്കിൽ, സർവീസൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവിടെ GSTയുടെ പ്രശ്നമില്ല. അതെ, അതാണ്
അത് ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം വീണയും പിണറായി വിജയനും ഇവരെല്ലാം കൂടെ വിചാരിച്ചാലും പറ്റിയല്ല. അത് രണ്ട് ഏജൻസിക്കാണ് മൊഴി കൊടുത്തേക്കുന്നത്. ഒന്ന് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൊടുത്ത മൊഴിയിൽ ഇത് തന്നെയാണ്, ഇഡിക്ക് കൊടുത്ത മൊഴിയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സേവനം ലഭ്യമാക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ കുറച്ചുകൂടി കടത്തി പറഞ്ഞു, അതായത് അച്ഛനാണ് എല്ലാ വിവരം അറിയാവുന്നത്, അച്ഛനെ ഇതേക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വീണാ വിജയൻ അതിൽ നിന്ന് ക്ലീൻ ആയിട്ട് ഒഴിവായി. കാരണം ഇത്തരം കാര്യങ്ങൾ ഇനി അച്ഛനോട് ചോദിച്ചാൽ മതി, എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട, അച്ഛനെ അറിയുക. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, CMR കർത്തയും പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനയുടെ ഫലമായി മകളുടെ പേരിൽ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി. ഒരുപക്ഷെ വീണ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. വീണ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ HDFCയുടെ ബാങ്കിൽ ചെന്ന് ബാലൻസ് നോക്കി കഴിഞ്ഞപ്പോൾ വീണ ബോധം കെട്ട് വീണെന്നാണ്. അതെ, കാരണം അവിടെയും കാശ് കാണുന്നില്ലായിരിക്കും. ആരാത് എടുത്തുകൊണ്ട് പോയെന്ന് വീണയ്ക്ക് അറിയില്ല. വീണ വല്ലോ ഓതറൈസേഷനോ പവർ ഓഫ് അറ്റോർണി ഒക്കെ വീണയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കാണും. റിയാസിൻ്റെ പേരിലോ പിണറായിയുടെ പേരിലോ അല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന ഇതിൽ ഇത്രയും ഇടപാടുകൾ നടന്നപ്പോൾ ഒരാളുടെ പേര് ഇപ്പോഴും ഇതുവരെ ഇപ്പോൾ പറയുന്നില്ല. കുറച്ച് നാളായിട്ട് ആരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ, സ്ഥാനം നഷ്ടപ്പെട്ടു, PCC പറയുന്നുണ്ടോ? അപ്പോൾ ഇത് PCC ഒക്കെ ഇതിൻ്റെ മുഴുവൻ മാനേജ് ചെയ്തിരുന്ന ആളാണ്. എക്സാലോജിക്കിൻ്റെ എല്ലാ പരിപാടിയും അത് ഗുരുവായിട്ട് ബന്ധപ്പെട്ട സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും ഇടപെട്ട ആളാണ് PCC. സാർ, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് EDയുടെ സോണൽ ഓഫീസർ സതീഷൊക്കെ വന്നൊരു അന്വേഷണം നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹ്റിൻ ബാങ്കിലേക്ക് പണം പോയിട്ടുണ്ട്, അത് അന്വേഷിച്ചത് വിദേശകാര്യ മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട് കൃത്യമായി വീണയ്ക്കും പിന്നെ വീണയുടെ നേരത്തെയുള്ള ഒരു പാർട്ട്ണറുടെ പേരിലുമായിരുന്നു അക്കൗണ്ട് എന്നുള്ളത് കൃത്യമായി ഷോൺ ജോർജാണ് ആ വിവരം പുറത്തുകൊണ്ടുവന്നത്. ഈ കേസിൽ ഏറെ മുന്നിലോട്ട് പോയതും ഒരു രാഷ്ട്രീയ നേതാവ് ഷോൺ ജോർജ് തന്നെയാണ്. മാത്യു കുഴൽനാടനും നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ മറ്റിതര ഭാഗത്തു നിന്നും അതുപോലെ കോൺഗ്രസിൻ്റെ മറ്റിതര ഭാഗത്തു നിന്നും ഈ കേസിൽ ഇവർ രണ്ടു കൂട്ടരും കാണിക്കുന്ന ഒരു ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് വേറെ വശം. അത് വേറെ ഒരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം എക്സാലോജിക് എന്നൊരു കമ്പനി തൽക്കാലം പ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് കത്ത് കൊടുത്തു. ഒരു 1.5 വർഷം മുമ്പാണ് ഈ കത്ത് കൊടുത്തത്. അപ്പോൾ ആ കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ കോഴിക്കോട് ലാക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി അന്വേഷിച്ച് ചെല്ലുമ്പോഴവിടെ ഇങ്ങനെയൊരു സംഭവമേ അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ നിരവധി കടലാസ് കമ്പനികളുണ്ടാക്കി പിണറായി വിജയൻ 10 വർഷക്കാലം ഭരിച്ചിരുന്ന സമയത്ത് 2017 മുതലാണ് CMRന്റെ ഇടപാട് തുടങ്ങുന്നതാണ് കണക്ക് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 2.78 ലക്ഷം കോടി വീണയ്ക്ക് കൊടുത്തതല്ല കണക്ക്. ഇത് സ്പിൽവേന്ന് മണൽ, തോട്ടപ്പള്ളി സ്പിൽവേന്ന് മണൽ നീക്കുന്നത് അടക്കമുള്ള ഏതാണ്ട് 1600 കോടി രൂപയുടെ ഇടപാടുകൾ അത് വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ള കച്ചവടം ക്ലീനായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ ഈ HRDSൻ്റെ അജികൃഷ്ണുമായി ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട കണക്കുകളൊക്കെ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. സ്വപ്ന സുരേഷുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ നല്ല ബന്ധം. സ്വപ്ന സുരേഷാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് കരിമണലല്ല മറ്റ് സ്വർണ്ണക്കൊള്ളയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. സ്വപ്ന സുരേഷിനെ പ്രൊട്ടക്ട് നിർത്തി അജികൃഷ്ണൻ. അതെ, തീർച്ചയായും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അജികൃഷ്ണൻ വെളിപ്പെടുത്തിയത് വളരെ ഞെട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് വരുന്ന ആളുകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ 1600 കോടി രൂപയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ ക്രൈം നന്ദകുമാർ സാറ് വെളിപ്പെടുത്തിയതുപോലെ 5000 കോടി രൂപയൊന്നും അല്ല ഇതിന് പുറകിൽ നടന്നിരിക്കുന്ന കരിഞ്ചന്ത അല്ലെങ്കിൽ അഴിമതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ നടന്നിട്ടുള്ള വഴിവിട്ട ചില സഹായങ്ങൾക്കാണ് കർത്ത ഇത്തരം ഒരു പാരിതോഷികമായിട്ട് ഇത് അതിനുള്ള സഹായത്തിന് പാരിതോഷികം കൊടുത്താൽ ഇത് വെറുതെ പിള്ളേർക്ക് മുട്ടായി മുടിക്കാൻ കൊടുക്കുന്നതിനുള്ള കാശ് പോക്കറ്റ് മണി. ഇത് മറ്റേ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത കാശല്ലേ ഉറപ്പായിട്ടും ഡയറക്റ്റ് ബേസിൽ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക്. അതുപോലെ വേൾഡ് ബാങ്കുകാരോട് ചോദിക്കണം അത് അവിടെ മറിച്ച്. തീർച്ചയായും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പം ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി മറ്റൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു, സമൂഹത്തിൻ്റെ ആവശ്യമാണ് വിജയിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം തമിഴ്നാട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വിജയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വിസിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പുതിയ പരിപാടി ആഭ്യന്തര വകുപ്പ് വിസിൽ ബ്ലോവർ. വിസിൽ ബ്ലോവർ. അപ്പോൾ അത് അഴിമതിക്കെതിരെയുള്ളതാണ്. എവിടെ കണ്ടാലും നിങ്ങൾക്ക് വിസിലടിക്കാം. ഒരു 1064 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചറിയിച്ചാൽ നിങ്ങളുടെ വിളിച്ചറിയിക്കുന്ന ആളുടെ പേര് വിവരങ്ങളെല്ലാം രഹസ്യമായിരിക്കും, അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കരിമണൽ ആയി ബന്ധപ്പെട്ട് ആലപ്പുഴ തോട്ടപ്പള്ളി മേഖലയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്തു നിന്നും ധാരാളം വിസിലടികൾ ഇനി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുന്ന സമയത്ത് മകളുടെയും ബന്ധുക്കളുടെയും എല്ലാം പേരിൽ ഇതുപോലുള്ള നിരവധി കടലാസ് കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ. 2 തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. വീണ യഥാർത്ഥത്തിൽ എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല, അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞ ഈ കേസിൽ പൂർണ്ണമായും സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ തലയൂരി
പിണറായി വിജയൻ്റെ തലയിലേക്ക് ഇതിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്.